നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടാവാം, നോ കോൺടാക്ട് ആവാം, സെപ്പറേഷൻ ആവാം, മെസ്സേജസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അധികം സംസാരം ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഇപ്പോൾ ഈ വഴക്കിട്ട് പിരിയലോ എല്ലാവർക്കും ഉണ്ടായിട്ടില്ല എന്നറിയാം, എന്നാലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തുറന്ന് പറയുന്നില്ല, അവരെ മനസ്സിൽ ഓക്കെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് കുറച്ച് മെസ്സേജസ് എടുക്കാം. ഓക്കെ, ആദ്യം നിങ്ങളുടെ പേഴ്സൺ അവർ ഫീലിങ്സ് നിങ്ങളോട് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഓക്കെ നല്ല റീഡിങ് ആവട്ടെ, നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. പേഴ്സൺ 6 ഓഫ് കപ്സ് ആദ്യം തന്നെ നോസ്റ്റാൾജിയുടെ കാർഡാണ്, മിസ്സിങ് എനർജിയാണ്. ഓക്കെ, നോസ്റ്റാൾജിയുടെ കാർഡാണ് കാണുന്നത്. എനിവേ 4 ഓഫ് സോർഡ്സ്. ഓക്കെ, 9 ഓഫ് കപ്സ്. ആദ്യം നമ്മൾ ചോദിച്ച മിസ്സിങ് ആണോ എന്നാണ്, ആൻഡ് വന്നത് തന്നെ മിസ്സിങ് എനർജിയാണ്. വെരി ഗുഡ്. ഓക്കെ, വാവ്. അഗെയിൻ 6ന്റെ എനർജി ഉണ്ട്. 6ന്റെ എനർജി എന്ന് പറയുമ്പോൾ 6 നമ്പർ ഓഫ് വീനസ് എന്നാണ് പറയുക, ലവിൻ്റെ നമ്പറാണെന്നാണ് പറയുക. ഓക്കെ, വീനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രഹം. ഓക്കെ, അത് നമ്മുടെ സ്നേഹം അതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ സ്നേഹം എന്ന രീതിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത നല്ല സമയങ്ങൾ അവർ ഓർക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പം തൊട്ടേ ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച്, കോളേജിൽ ഒന്നിച്ച് പഠിച്ച്, അങ്ങനെ ആ ഒരു കുറേയൊക്കെ വർഷമായിട്ടുള്ള നിങ്ങളെ പരിചയമുള്ളവരായിരിക്കും. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ സ്നേഹം ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ഓക്കെ, റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു മിസ്സിങ് എനർജി നല്ലോണം ഉണ്ട്, നോസ്റ്റാൾജിയ കാണുന്നുണ്ട്. അവർ പഴയ കാലങ്ങൾ ഓർക്കുക, പഴയ സമയങ്ങൾ ഓർക്കുക, മിസ് ചെയ്യുക ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം, ഇപ്പോൾ പേഴ്സൺ ഒരു ബ്രേക്കിലായിരിക്കാം, നിങ്ങളുടെ അടുത്ത് നിന്ന് അല്പം സംസാരം ഉണ്ടാവില്ല, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്ന പോലെയുണ്ട്, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാം. ഓക്കെ, ബട്ട് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കമാണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, 9 ഓഫ് കപ്സ് ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ട് സമയങ്ങൾ, ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ആഗ്രഹം, അവർക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് ആഗ്രഹം നിങ്ങളുമായിട്ട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനും നിങ്ങൾ ഒന്നിച്ച് വേണം എന്ന രീതിയിലും ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം നടക്കാൻ അവർക്ക് വേണം, അവർ മനസ്സിലുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് വോൺസ് ആണ്. ഏസ് ഓഫ് വോൺസ് നിങ്ങൾ തമ്മിൽ ഒരു പാഷനേറ്റ് ന്യൂ ബിഗിനിങ് എന്നൊക്കെയാണ് ഇതിനെ പറയാം നമ്മൾ. അതായത് നിങ്ങൾ തമ്മിൽ വളരെ മീറ്റ് ചെയ്തിട്ട് വളരെ എന്താ പറയുക സ്നേഹത്തോടെ സമയങ്ങൾ പങ്കിടുക എന്ന് പറഞ്ഞ പോലെ ഒരു പുതിയ തുടക്കം പോലെ. എനിക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ നമ്മൾ ഓരോ തമ്മിൽ ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പിണക്കങ്ങളോ വഴക്കോ നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരല്പം അകൽച്ച കുറച്ച് ദിവസം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിലൊന്ന് പെരുമാറി തുടങ്ങുമ്പോൾ അതിനൊരു പുതിയ തുടക്കം എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ അതായത് ഓരോരോ സൈക്കിളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയത് വരും, പിന്നെയും ശരിയാവും. അപ്പോൾ നമ്മളൊരു പുതിയ തുടക്കം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം, അങ്ങനെ പറയാം. ഓക്കെ, സോ ഏസ് ഓഫ് വോൺസിൻ്റെ പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. സക്സസ് ആഗ്രഹിക്കുന്നുണ്ട് അവർ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒരു നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു കാർഡ് മാത്രമേ ഇവിടെ ലൈക്ക് അവരൊന്ന് അകന്ന് നിൽക്കുന്നുണ്ടാവാം, മാറി നിൽക്കുന്നുണ്ടാവാം. ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, ജസ്റ്റ് എന്തോ അങ്ങനെ തോന്നി ഞാൻ പറയുന്നു. ഓക്കെ, കുറച്ച് പേർക്ക് ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും ഉണ്ടാവാം. എന്തായാലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നല്ല സമയങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടി എടുത്തേക്കാം സിറ്റുവേഷൻസ് എന്തെങ്കിലും. ഓക്കെ, 8 ഓഫ് സോർഡ്സ്, ഹയറോഫന്റ്, 8 ഓഫ് കപ്സ് അഗൈൻ. മാറി നിന്ന് അതിൻ്റെ റീസൺ കിട്ടുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് സോർഡ്സ്, എംപറർ. വാവ്, ആൻഡ് 4 മൈ ഗോഡ്. ഓക്കെ, സോറി, ഇതിവിടെ ഇന്നലത്തെ റീഡിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയുണ്ട് ഓൾമോസ്റ്റ്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെയും ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആവാൻ വളരെയധികം ചാൻസസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് മാരേജ് ഫിക്സ് ആയിട്ടുണ്ടാവാം, ഫാമിലി പറഞ്ഞിട്ട് മാരേജ് ഫിക്സ് ആയിട്ടുണ്ടാവാം. അതിനു വേണ്ടി അവർ നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം. അങ്ങനെ വലുതും വരുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയി, ചിലവർക്ക് നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ടുണ്ട്, റിലേഷൻഷിപ്പിൽ എൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ചിലവർ. പക്ഷെ അവരെന്നാലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് അവർ സ്റ്റക്കാണ് ചില സിറ്റുവേഷനിൽ. അതിപ്പോൾ അഗെയിൻ ഹെൽത്തിൻ്റെ കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവർക്ക് ഹെൽത്ത് റീസൺ കൊണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്ക്. ഓക്കെ, പിന്നെ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളിൽ അവർ സ്റ്റക്കാണ്, മാരീഡ് ആണ് എന്നാണ് കിട്ടുന്നത് എനിക്ക്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തും ആവാം, സിംഗിൾ ആവാം, മാരീഡ് ആവാം, എന്തും ആയിക്കോട്ടെ. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. അപ്പോൾ അവർ അതിൻ്റെതായ ചില
എന്താ പറയുക റെസ്ട്രിക്ഷൻസിൽ പെട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതിരിക്കുന്നത്, മാറി നിൽക്കുന്നത്. മാറിപ്പോയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ എന്ന രീതിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. ഹൈറഫൻറ്റ് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിങ്ങളെ റിലീജിയൻ വേറെ ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, അതുകൊണ്ടും ആയിരിക്കാം ചിലവർ മാറിപ്പോയത്. സോ 2-3 സിനാരിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാരീഡ് ആവാം, റിലീജിയൻ്റെ കാര്യമാവാം, ഈവൻ പാരൻസിൻ്റെ തടസ്സമാവാം. ഓക്കെ, പാരൻസ് അഗ്രി ചെയ്യില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് വേറെ മാരേജ് ചെയ്തു, അല്ലെങ്കിൽ മാരേജിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വരാം. ഓക്കെ, മാരേജിൻ്റെ കാഴ്ച കുറേ വന്നിട്ടുണ്ട്, ഇന്നലെ വന്ന പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആ റീസൺ കൊണ്ടൊക്കെ ആയിരിക്കും. ബട്ട് അവർ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, ഒരുപാട് അവർ മിസ് ചെയ്യുന്നുണ്ട്, നോ ഡൗട്ട്. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ വരുമോ, അല്ലെങ്കിൽ നിങ്ങളോട് ഇത് തുറന്ന് പറയുമോ എന്ന് നമുക്ക് നോക്കാം. ഒരിക്കലും അങ്ങനെ പറയാറില്ല നോർമലി. മിസ് ചെയ്യണോ എന്നൊന്നും പറയാൻ വലിയ എക്സ്പെക്റ്റേഷൻ വേണ്ട, എന്നാലും നോക്കാം നമുക്ക്. അവർ നിങ്ങളോട് പറയുമോ എന്നിട്ട് മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ റീച്ച് ഔട്ട് ചെയ്യുമോ നിങ്ങളോട്. 5 of Swords, 9 of Pentacles, 7 of Pentacles, Moon card, Queen of Swords. 2 കാർഡ് കൊടുത്തേക്കാം. എക്സ്പ്രസ് ഫീലിങ്സ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ എനിക്ക് കാണുന്നുണ്ട് എന്തായാലും ഇവിടെ. ഓക്കെ, റീയൂണിയൻ, നിങ്ങൾ തമ്മിലൊരു റീസ്റ്റാർട്ട് എനിക്ക് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ തുറന്ന് പറയൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം ലവേഴ്സ് കാർഡ് ഉണ്ട്, റിയൂണിയൻ എന്ന് പറയാം. ഓക്കെ, അവർ സോറി പറഞ്ഞ് വരാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫറുമായിട്ട് വരാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, എന്നിട്ട് അവർ മിസ് ചെയ്തു നിങ്ങളെ എന്നുള്ളത് പറയും. ഓക്കെ, ബട്ട് ഇവിടെ ഇതെനിക്ക് തോന്നുന്നത് കോൺഫ്ലിക്ട്സ് ആണ് കാണുന്നത്. 9 of Pentacles. ഓക്കെ, അവർ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. ഓക്കെ, അവർ നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, അവർക്ക് ഇത് എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഫ്രൂട്ട്ഫുൾ ആയിട്ട്, അതായത് 9 of Pentacles ആണ്, 9 of Cups ഉണ്ടായതുകൊണ്ട് 9 of Pentacles ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾ തമ്മിൽ സ്റ്റേബിളായിട്ട് ഒരു റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. റീച്ച് ഔട്ട് ചെയ്യും അവർ തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് നിങ്ങൾ തമ്മിൽ പോകാനൊക്കെയുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് നീക്കും തീർച്ചയായിട്ടും. ഓക്കെ, ബട്ട് കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അത് കുറച്ച് ബ്ലോക്കേജസ് ഉണ്ട്, അങ്ങനെ എടുത്തോളൂ. ഓക്കെ, ചില ബ്ലോക്കേജസ് ഉണ്ട്, പക്ഷെ അത് മറികടന്ന് അവർക്ക് വരണം എന്ന് തന്നെയാണ്. ആൻഡ് 7 of Pentacles ഉണ്ട്. സോ ഈ റിലേഷൻഷിപ്പ് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവരും വെയിറ്റിംഗ് ആണ്. ഓക്കെ, 7 of Pentacles പറഞ്ഞാൽ നമ്മൾ വിത്ത് പാകി അതിനെ വെയിറ്റ് ചെയ്യുന്നു, അത് വളരാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന രീതിക്കൊക്കെ പറയും. സോ ഇവിടെ അവർ വെയിറ്റിംഗ് ആണ്, എങ്ങനെയാണ് ഇതിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക കുറച്ച് കാര്യങ്ങൾ ഓവർകം ചെയ്യാനുണ്ട്. ചില കോൺഫ്ലിക്ട്സും ചില കോമ്പറ്റീഷനൊക്കെ ഓവർകം ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് വേറെ തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, റിലീജിയൻ ആയിരിക്കാം, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് വരണം അല്ലേ. എല്ലാം ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ തുറന്ന് പറയുകയും ചെയ്യും ആൻഡ് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ആയിട്ടും ചിലർക്ക് തരാൻ സാധ്യതയാണ്. എന്തായാലും ശരി, മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റൻ ഇന്നതായിരുന്നു. യെസ്, അവർ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജസ് എടുക്കാം. ഓക്കെ, ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഏഞ്ചൽ ഫെയറീസിൻ്റെ ഒരു മെസ്സേജസ് ആണ് ഞാൻ എടുക്കുന്നത്. ഇത് കണക്ട് ചെയ്ത് പറയാം നമുക്ക് റിലേഷൻഷിപ്പ്. നിങ്ങൾക്കുള്ള ജനറൽ അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ജനറലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഇത് ലുക്ക് ഇൻ എ ബുക്ക് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, കാർഡ്സ് എടുത്ത് വെച്ചിട്ട് വായിക്കാം അല്ലേ. ന്യൂ ബിഗിനിങ്, വെരി ഗുഡ്. ഏസ് ഓഫ് വാൻസിൻ്റെ കാർഡാണ്. ആൻഡ് നേച്ചർ സയൻസ്. ഓക്കെ, ഗുഡ്. നിങ്ങൾക്കുള്ള അഡ്വൈസസ്. ഓക്കെ, മോഡറേഷൻ. ഒന്നുകൂടി ലാസ്റ്റ് മതി, 4 മതി. പ്രഷ്യസ് ടൈം, വെരി ഗുഡ്. ആൻഡ് ബിലീവ് ഇൻ മാജിക് എന്നുണ്ട് ഇവിടെ. ഓക്കെ, എല്ലാം നിങ്ങൾ മാജിക്കിൽ ബിലീവ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന നിങ്ങൾക്ക് എല്ലാം സർപ്രൈസ് ആയിട്ട് യൂണിവേഴ്സ് എല്ലാം കൊണ്ടുതരും എന്ന് ഒരു ഇത് വയ്ക്കുക, വിശ്വാസം വയ്ക്കാം. ഓക്കെ, ലുക്ക് ഇൻ എ ബുക്ക് എന്ന് പറയുന്നുണ്ട്. വാട്ട് എവർ യുവർ ക്വസ്റ്റ്യൻ റൈറ്റ് നൗ യു വിൽ ഫൈൻഡ് ദ ആൻസർ ഇൻ എ ബുക്ക്. ദ വേർഡ്സ് യു ഫൈൻഡ് വിൽ ബ്രിങ് ഇൻ ദ ഇൻസൈഡ് യു ആസ്ക്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ബുക്ക് എടുത്ത് നോക്കാൻ പറയുന്നുണ്ട്. ആ ബുക്സ് ഇപ്പോൾ എന്തും ആവാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പോലത്തെ മറ്റേ ബുക്ക് ഓഫ് ആൻസേഴ്സ് പോലത്തെ ബുക്ക് ആവാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു ബുക്കിൽ, നിങ്ങൾ ലൈക്ക് സ്റ്റോറീസിലാവാം,
നിങ്ങൾ വല്ല നോവൽ വായിക്കുന്നുണ്ടെങ്കിൽ അതിലാവാം, അല്ലെങ്കിൽ വല്ല എന്താ പറയുക ഭഗവത്ഗീതയോ ഭാഗവതോ എന്ത് തന്നെ നിങ്ങൾ എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ, രാമായണം ആയാലും ശരി, അങ്ങനത്തെ അതിൻ്റെ ഒരു പേജ് തുറന്ന് നിങ്ങൾ നോക്കിയിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് മെസ്സേജ് കിട്ടും എന്ന് പറയില്ലേ, ആ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ബൈബിൾ ആയാലും ശരി, ഖുറാൻ ആയാലും ശരി, ഓക്കെ, നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു ബുക്ക്, അതിൽ ഐ തിങ്ക് നിങ്ങൾക്കുള്ള ആൻസർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്ത് തന്നെ വായിക്കുകയാണെങ്കിലും കേട്ടോ, ഈവൻ നോവലായാലും പ്രോബ്ലി അതിൽ കാണുന്ന എന്തെങ്കിലും ഡയലോഗ്, എന്തെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ അതിൽ കുറേ തരത്തിൽ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ ഒരു ആൻസർ യൂണിവേഴ്സ് തരും നിങ്ങൾക്ക്. ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഏസ് ഓഫ് വാൻസ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഇത് ഒരു പുതിയ തുടക്കം വരും എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നേച്ചർ സയൻസ്, യെസ്, ഏഞ്ചൽ സയൻസ് കിട്ടുന്നുണ്ടാവാം. നേച്ചറിൽ നിങ്ങൾക്ക് ഫെദർ കിട്ടുക, അല്ലെങ്കിൽ കോയിൻ കിട്ടുക, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, ഇങ്ങനത്തെ സയൻസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ടാവും. ബട്ടർഫ്ലൈസ് കാണല്, ബേർഡ്സ് കാണല്, എല്ലാം നിങ്ങൾക്ക് സയൻസ് ആയിട്ട്, നമ്പേഴ്സ്, റിപ്പീറ്റഡ് നമ്പേഴ്സ്, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത് എല്ലാം നിങ്ങൾക്ക് സൈനായിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ടാവും. നല്ലത് വരാൻ പോകുന്നുണ്ട്, ടെൻഷൻ വേണ്ട, ഓക്കെ, എല്ലാ കാര്യങ്ങളും ബെറ്റർ ആവും എന്നുള്ള സയൻസ് ആണ് അതൊക്കെ. ഓക്കെ, ആൻഡ് മോഡറേഷൻ എന്ന് പറയുന്നുണ്ട്. ഈസ് ദർ സംതിങ് യു ഷുഡൻ ബി ഈറ്റിംഗ് എന്നാണ് പറയുന്നത്. ഈറ്റ് ഹെൽത്തി എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാനാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങൾ മോഡറേഷനിൽ ഈറ്റ് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ടെൻഷനിലൊക്കെ കയറുമ്പോൾ ചിലർക്ക് പറ്റുന്നതാണ് നമ്മൾ ഓവർ ഈറ്റിംഗ് ചെയ്യും. കുറേ പേര്, എനിക്കൊക്കെ ഉള്ളതാണ് കുറച്ചൊക്കെ, നമ്മളറിയാതെ അല്ലെങ്കിൽ കൂടുതൽ കഴിക്കും, ചോക്ലേറ്റ് കഴിച്ചു പോകും, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിച്ചു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് സ്നാക്സ് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ആ ടെൻഷനും ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ്, അതൊക്കെ ഒരു റിയാക്ഷനാണ്. സോ അങ്ങനെ വല്ലതും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി ഈറ്റിംഗ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യുക. ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക മാക്സിമം. ഓക്കെ, ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളൊരു അഡ്വൈസ് ഉണ്ട്. അത് മാത്രമല്ല, എനിക്കിവിടെ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. നിങ്ങൾ ഓവർ തിങ്കിങ് അങ്ങനത്തെ കാര്യത്തിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, മോഡറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അവനവൻ്റെ തോട്ട്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യൂ. ഓക്കെ, ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് നിങ്ങൾ പോകണ്ട. പേഴ്സൺ എന്ത് ചെയ്യായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും, അങ്ങനത്തെ കൂടുതൽ ചിന്തിച്ച് കൂട്ടാതിരിക്കുക. ഓക്കെ, precious time, the fairy of time wants you to experience every moment fully and to make the most of your precious time. Be mindful not to waste others' time either. ഓക്കെ, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് സന്തോഷമാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മെഡിറ്റേഷൻ, പ്രാർത്ഥന, കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളെ തന്നെ എങ്ങനെ പോസിറ്റീവ് ആക്കാം, നിങ്ങളെ തന്നെ എങ്ങനെ ബെറ്റർ ആക്കാം, അതിനുള്ള ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടിയ സമയം ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സമയവും ഓരോ മിനിറ്റും നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അതിന് നന്ദി പറയുക യൂണിവേഴ്സിനോട്. ആൻഡ് നിങ്ങൾ മാക്സിമം ആ നല്ല സമയങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാം നടക്കും, മിറക്കിൾ പോലെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വരും ചെയ്യും. ഡോണ്ട് വറി, യൂണിവേഴ്സിൽ ടെസ്റ്റ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.